ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് രാജുവിൻ്റെ വീടാണ്. എന്താ നടന്നതെന്ന് വേണു ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഞങ്ങൾ ഓർഡർ ചെയ്ത് കഴിച്ചു. അവസാനം ബില്ല് കൊടുക്കാൻ ചെന്നപ്പോഴോ ഇവളുടെ അക്കൗണ്ടിൽ നിന്നും പൈസയൊന്നും പോകുന്നില്ലെന്നാ പറയുന്നതെന്ന് പ്രിയ പറയുമ്പോൾ സത്യമാണെങ്കിൽ ട്രാൻസാക്ഷൻ ഒന്നും നടക്കുന്നില്ലായിരുന്നുവെന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഋതിക. ഇതിലും നല്ലത് രമ്യ തന്നെയായിരുന്നെന്ന് കൊച്ചുമണിയും പറയുന്നു. എന്നിട്ട് നിങ്ങൾ അവിടെ നിന്ന് എങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നെന്ന് രാധമ്മ ചോദിക്കുമ്പോൾ അവിടുത്തെ പണിയെടുക്കേണ്ടി വരുമെന്നാ കരുതിയത്. പക്ഷെ ഭാഗ്യത്തിന് ഇവന്റെ ഒരു കൂട്ടുകാരൻ വന്നതുകൊണ്ട് ആ ചെറുക്കൻ പണം അടയ്ക്കുകയും ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാനും സാധിച്ചു. മന്ത്രിയുടെ മോള് ഇത്രയും ഗതികെട്ടവളാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ലെന്ന് കൊച്ചമണി പറയുമ്പോൾ രമ്യയ്ക്ക് വയ്യാത്തത് കൊണ്ടാ, അല്ലെങ്കിൽ രമ്യ വന്ന് ബില്ലടച്ചേനെയെന്ന് പ്രിയയും പറയുന്നു. തുടർന്ന് ഋതികയോട് അകത്തേക്ക് പോകാനായി പറയുകയാണ് വേണു. അതിനുശേഷം എല്ലാവരോടുമായി വേണു പറയുകയാണ്, അതെ, നിങ്ങൾക്കെല്ലാവർക്കും ഒരു കാര്യം അറിയാമോ? നിങ്ങളൊന്നും പ്രതീക്ഷിക്കാത്തത്രയും സ്വത്തുക്കളാണ് ആ കുട്ടിയുടെ പേരിലുള്ളത്. ആ കുട്ടിയുടെ അമ്മ വഴിയും അച്ഛൻ വഴിയും ഒക്കെ തന്നെ. എന്താണെങ്കിലും നിങ്ങൾക്ക് കിട്ടാനുള്ളതെല്ലാം നിങ്ങൾ ഇല്ലാതാക്കിയല്ലോ. വളരെ സന്തോഷം. നിങ്ങളുടെ എല്ലാ സ്വഭാവം ആ കുട്ടി ഇപ്പൊ തന്നെ മനസ്സിലാക്കിയിട്ടുമുണ്ടാകും. എന്താണെങ്കിലും അത് നല്ലത് തന്നെയെന്ന് പറഞ്ഞുകൊണ്ട് വേണുവും അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഋതികയാണ്. വിഷമത്തോടെ മുറ്റത്ത് വന്നിരിക്കുന്ന ഋതിക രാജുവിനെ വിളിച്ച് നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. മേഡം വിഷമിക്കാതെ, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞുകൊണ്ട് രാജു കോള് കട്ട് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് കൊച്ചമണി രുക്മിണിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നതാണ്. തുടർന്ന് കൊച്ചമണി രുക്മിണി മോളെ എന്നൊക്കെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ രുക്മിണി താഴേക്ക് വന്നുകൊണ്ട് കൊച്ചമണിയോട് ഇറങ്ങിപ്പോകാനായി പറയുന്നു. എനിക്ക് പറയാനുള്ളതെല്ലാം കേക്ക്, എന്നിട്ട് നീ പറഞ്ഞാൽ മതി ഞാൻ പോണോ പോണ്ടയോ എന്ന്. എനിക്കൊന്നും കേൾക്കണ്ടെന്ന് രുക്മിണി പറയുന്നുണ്ടെങ്കിലും രുക്മിണി, സത്യം പറഞ്ഞാലേ അവള് മന്ത്രിയുടെ മോളൊന്നുമല്ല. ആ മന്ത്രി പതി അവളെ ഒഴിവാക്കിയതാണ്. അവളുടെ കയ്യിൽ ഒരു നുള്ളി കാശ് പോലും ഇല്ല. തുടർന്ന് ഹോട്ടലിൽ പോയപ്പോൾ ഉണ്ടായ കാര്യങ്ങളെല്ലാം രുക്മിണിയോട് പറയുകയാണ് കൊച്ചമണി. ഇതെല്ലാം കേൾക്കുന്ന രുക്മിണിക്ക് സന്തോഷമാകുന്നു. എന്റെ രുക്മിണി, അവൾക്ക് എന്താണെങ്കിലും അവിടെ യാതൊരുവിധ സമാധാനവുമില്ല. ഒന്നെങ്കിൽ ആ താലി രാജു പൊട്ടിക്കും, അല്ലെങ്കിൽ അവളായിട്ട് തന്നെ പൊട്ടിച്ച് രാജുവിന്റെ കയ്യിൽ കൊടുത്ത് അവിടെ നിന്നിറങ്ങിപ്പോകും. എനിക്കും അത് തന്നെയാ വേണ്ടത്. മുണ്ടക്കിലമ്മ ഇനിയെങ്കിലും ഞങ്ങളുടെ ഒപ്പം നിൽക്കുമോ എന്ന് രുക്മിണി ചോദിക്കുമ്പോൾ ഈ നിമിഷം മുതൽ ഞാൻ നിങ്ങളുടെ ഒപ്പം തന്നെയാണെന്ന് കൊച്ചമണി പറയുന്നു. എനിക്ക് രമ്യ കൊച്ചിനെ ഒന്ന് കാണണം, മാപ്പ് ചോദിക്കാനാണെന്ന് കൊച്ചമണി പറയുമ്പോൾ മുകൾ മുറിയിലുണ്ടെന്നും അങ്ങോട്ടേക്ക് പോയിക്കൊള്ളാനും രുക്മിണി പറയുന്നു. അങ്ങനെ കൊച്ചമണി രമ്യയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. മുണ്ടക്കിലമ്മ ഇനി മുതൽ മോളുടെ കൂടെയാണെന്ന് കൊച്ചമണി പറയുമ്പോൾ തലയിണെടുത്ത് കൊച്ചമണിയെ പൊതിരെ തല്ലുകയാണ് രമ്യ. തുടർന്ന് കൊച്ചമണി അവിടെ നിന്ന് ജീവനും കൊണ്ടോടി രക്ഷപ്പെടുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് രാജുവിനെയും ഋതികയുമാണ്. മേഡത്തിന്റെ ബാങ്ക് അക്കൗണ്ട് ആരോ ഫ്രീസ് ചെയ്യിപ്പിച്ചതാ, അതുകൊണ്ടാ മേഡത്തിന് ക്യാഷ് എടുക്കാൻ പറ്റാഞ്ഞത്. എന്റെ അക്കൗണ്ട് ആരാ രാജു ഫ്രീസ് ചെയ്യിപ്പിച്ചതെന്ന് ഋതിക ചോദിക്കുമ്പോൾ അതെനിക്കറിയില്ലെന്നും നാളെ നമുക്ക് ബാങ്കിൽ പോയി തിരക്കാമെന്നും രാജു പറയുന്നു. പിന്നെ എനിക്ക് മേഡത്തിനൊരു കാര്യം പറയാനുണ്ട്. മേഡം ഇങ്ങനെ കൾച്ചറില്ലാത്തവരുമായിട്ട് പുറത്തു പോകാനൊന്നും നിൽക്കണ്ട. പ്രത്യേകിച്ചും എന്റെ അളിയനും അളിയന്റെ അമ്മയും, അവരുമായിട്ടൊന്നും മേഡം കൂടുതലും മിണ്ടുന്നത് തന്നെ നല്ലതല്ല. ഇതൊക്കെ കേൾക്കുന്ന ഋതിക മനസ്സിൽ പറയുകയാണ്, രാജു പറഞ്ഞത് എന്ത് ശരിയാ. എന്റെ പണത്തിന് വേണ്ടിയല്ലേ ആ കൊച്ചമണിയും എല്ലാവരും എന്റെ പിന്നാലെ തന്നെ നടന്നത്. ഞാനല്ലേ അത് മനസ്സിലാക്കാതിരുന്നത്. പക്ഷേ ഇതിപ്പോ രാജുവിനോട് പറഞ്ഞാൽ ശരിയാകില്ല. രാജു അവരോട് പോയി ദേഷ്യപ്പെടുമെന്ന് ഋതിക മനസ്സിൽ പറയുന്നു. മേഡം ഒരു പാവമാണ്. മേഡത്തിനെ എല്ലാവരും പറ്റിക്കുക തന്നെ ചെയ്യും. ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഉടനെ തന്നെ വിളിച്ചു പറയണമെന്നും രാജു പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ജയനെയും കൊച്ചമണിയുമാണ്. രാജു ഋതികയുമായിട്ടുള്ള ദാമ്പത്യ ജീവിതം അമ്മ എങ്ങനെയെങ്കിലും തകർക്കണമെന്നും അതിനുശേഷം ഋതിക ഇവിടെ നിന്ന് പോയാൽ നമുക്ക് രാജുവിന്റെ രമ്യയുടെ വിവാഹം നടത്താമെന്നും സംസാരിക്കുകയാണ് ജയനും കൊച്ചമണിയും. അതേസമയം വേണു അകത്തേക്ക് ചെല്ലുന്നു. അല്ല, ഈനാമ്പച്ചിയും മരപ്പെട്ടിയും കൂടെ ഇവിടെ എന്താ സംസാരം? തുടർന്ന് വേണു പറയുകയാണ്, എന്റെ രണ്ട് പെൺമക്കളെയും കെട്ടിച്ചു വിട്ടതാണ്. പിന്നെ ഇപ്പൊ ഈ വീട്ടിലുള്ളത് ഞാനും എന്റെ ഭാര്യയും എന്റെ മകനും മരുമകളും മാത്രമാണ്. പ്രിയയടക്കം നിങ്ങളെല്ലാവരും ഈ വീട്ടിൽ വിരുന്നിന് വന്നിരിക്കുന്ന അതിഥികൾ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താണെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഓർത്ത് തല പുകയ്ക്കേണ്ട ഒരു കാര്യവുമില്ല. ഈ കുടുംബം കലക്കാതിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് വേണു പോകുമ്പോ അങ്ങേര് പറഞ്ഞത് കേട്ടില്ലേ എന്ന് ജയൻ ചോദിക്കുന്നു. ഈ കുടുംബം എന്താണെങ്കിലും ഇനി കലക്കിയിട്ടേ ഞാൻ പോകുമെന്നും കൊച്ചമണി ഉറപ്പിച്ചു പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് അടുക്കളയിൽ വിഷമത്തോടെ നിൽക്കുന്ന ഋതികയാണ്. അതേസമയം ഋതികയുടെ അടുത്തേക്ക് പ്രിയ വരികയാണ്. ഋതികയെ കണ്ടയുടൻ തന്നെ പ്രിയ തിരിച്ചു പോകാനൊരുങ്ങുമ്പോ തനിക്ക് ഈ കുടുംബത്തിനെല്ലാം ഇഷ്ടമാണെന്നും പിന്നെ നിങ്ങളെല്ലാവരും എന്തിനാ എന്നോട് ഇങ്ങനെ അകൽച്ച കാണിക്കുന്നതെന്നും ചോദിക്കുകയാണ് ഋതിക. ഈ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് പ്രിയ എന്തൊക്കെയോ പറയാനായി ഒരുങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് വരുന്ന രാധമ്മ പ്രിയ വഴക്കു പറഞ്ഞ് അവിടെ നിന്ന് ഓടിക്കുകയാണ്. ദേഷ്യത്തോടെ ഋതികയുടെ മുന്നിലേക്ക് കയറി നിൽക്കുകയാണ് രാധമ്മ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.